Eighth question. Integrate z square divided by z raised to 4 minus 1 in the counterclockwise sense around the circle modulus of z minus 1 minus I equal to pi by 2 by Cauchy's integral formula. Integrate z square divided by z raised to 4 minus 1 in the counterclockwise sense around the circle modulus of z minus 1 minus I equal to pi by 2 by Cauchy's integral formula. അപ്പോൾ Cauchy's integral formula വെച്ചിട്ട് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സർക്കിൾ തന്നിരിക്കുന്നത് മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് 1 മൈനസ് ഐ ഈക്വൽ ടു പൈ ബൈ 2. അപ്പോൾ നമ്മുടെ ഇസഡിനെ നമുക്ക് ഇസഡ് മൈനസ് ഓഫ് 1 പ്ലസ് ഐ ഇസ് ഈക്വൽ ടു പൈ ബൈ 2 എന്ന് പറയാമല്ലോ. ഇസഡ് മൈനസ് 1 മൈനസ് ഐ മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ഇസഡ് മൈനസ് ഇസഡ് നോട്ടിൻ്റെ സ്ഥാനത്ത് വന്നേക്കുന്നത് എന്താണ് 1 പ്ലസ് ഐ. അപ്പോൾ സർക്കിളിൻ്റെ സെൻറ്റർ 1 പ്ലസ് ഐ എന്ന് പറയുന്നത് 1 1 എന്നുള്ള പോയിൻ്റാണ്. റേഡിയസ് പൈ ബൈ 2 ആണ്. Therefore C is modulus of z minus 1 plus I equal to pi by 2. Therefore C is the circle with center 1 plus I. 1 plus I എന്ന് പറയുന്നത് center at 1 1 and radius pi by 2. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അനലിറ്റിസിറ്റി അല്ലാത്ത പോയിന്റുകൾ നോക്കുക. അപ്പം ഇസഡ് റൈസ് ടു 4 ഇസഡ് സ്ക്വയർ ഡിവൈഡ് ബൈ ഇസഡ് റൈസ് ടു 4 മൈനസ് 1 നമുക്ക് ഇസഡ് സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിൽ എടുക്കുവാണെങ്കിൽ എ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി നമുക്ക് എഴുതാമല്ലോ അല്ലേ. ഇസഡ് റൈസ് ടു 2 മൈനസ് 1 ഇസഡ് റൈസ് ടു 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്ന് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അത് ഇസഡ് സ്ക്വയർ പ്ലസ് 1 ഇസഡ് സ്ക്വയർ മൈനസ് 1 എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന് നമ്മൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിൽ എഴുതാം. ഇനി ഇതിനെ പിന്നെയും സ്പ്ലിറ്റ് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ പ്ലസ് 1 ഇസഡ് സ്ക്വയർ മൈനസ് ഓഫ് 1 സ്ക്വയർ ആയിട്ട് മൈനസ് ഓഫ് മൈനസ് 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. മൈനസ് 1 എന്ന് പറയുന്നത് ഐ സ്ക്വയറാണ്. അപ്പോൾ നമുക്കതിനെ ഇസഡ് മൈനസ് ഐ ഇസഡ് പ്ലസ് ഐ നിങ്ങളൊന്ന് സംശയം ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ അറിയാം. ഇസഡ് മൈനസ് 1 മീൻസ് ഇസഡ് മൈനസ് ഐ ഇൻറ്റു ഇസഡ് പ്ലസ് ഐ എന്ന് പറയുന്നത് ഇസഡ് മൈനസ് ഐ സ്ക്വയറാണ്. ഇസഡ് മൈനസ് ഐ സ്ക്വയർ എന്ന് പറയുന്നത് ഇസഡ് സ്ക്വയർ പ്ലസ് 1 ആണ്. ഇനി ഇസഡ് സ്ക്വയർ മൈനസ് 1 നമുക്ക് ഇസഡ് പ്ലസ് 1 ഇൻറ്റു ഇസഡ് മൈനസ് 1 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് തന്നിരിക്കുന്ന എഫ് ഓഫ് ഇസഡ് എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ ഇസഡ് സ്ക്വയർ ഡിവൈഡ് ബൈ ഇസഡ് റൈസ് ടു 4 മൈനസ് 1 നമുക്ക് ഇസഡ് സ്ക്വയർ ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് ഐ ഇസഡ് പ്ലസ് 1 ഇൻറ്റു ഇസഡ് മൈനസ് 1 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ അനലിറ്റിക് അല്ലാത്ത പോയിന്റുകൾ എന്ന് പറയുന്നത് എന്താ ഐ മൈനസ് ഐ 1 മൈനസ് 1. Therefore z square divided by z raised to 4 minus 1 is not analytic at z is equal to I minus I 1 minus 1. ഈ 4 പോയിന്റുകളിലാണ് ഇത് അനലിറ്റിക് അല്ലാത്തത്. ഇനി ഈ 4 പോയിന്റുകൾ ഏതൊക്കെ പോയിന്റുകളാണ് ഈ സർക്കിളിൻ്റെ അകത്ത് വരുന്നത് നമുക്ക് നോക്കണം. അപ്പം നമുക്ക് ഇവിടെ സെൻറ്റർ 0യും 1ഉം ഒന്നും അല്ല, രണ്ടിടത്ത് 1 1 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം അത് ഫിഗർ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് ഇച്ചിരി പാടാം. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാവുന്ന ഈ സെൻറ്ററും ഈ പോയിന്റുകളും തമ്മിൽ, കാരണം നമ്മൾ ഒരു സർക്കിളിൻ്റെ അകത്താണോ പുറത്താണോ ഒരു പോയിന്റ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ പോയിന്റും സർക്കിളും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പം അതിൻ്റെ വാല്യൂ ലെസ് ദാൻ പൈ ബൈ 2 ആണെങ്കിൽ അത് സർക്കിളിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഇപ്പോൾ 1 ആണെങ്കിൽ 1ഉം ആ സെൻറ്ററും 1 മൈനസ് ദിസിൻ്റെ മോഡുലസ് വാല്യൂ ലെസ് ദാൻ പൈ ബൈ 2 ആണെങ്കിൽ 1 ഈ സർക്കിളുണ്ട്. അത് ഗ്രേറ്റർ ദാൻ പൈ ബൈ 2 ആണെങ്കിൽ സർക്കിളിൻ്റെ പുറത്താണ്. അപ്പോൾ അതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതൊക്കെ പോയിന്റുകളാണ് ഈ സർക്കിളിൻ്റെ അകത്ത് വരുന്നത്, ഈ കോണ്ടൂറിൻ്റെ അകത്ത് വരുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. കാരണം അല്ലാതെ നമുക്ക് ചെയ്യാൻ പാടില്ല. കാരണം ഈ 1 1 എന്നുള്ള പോയിന്റ് ഒക്കെ ഇവിടെയാണ്. റേഡിയസ് പൈ ബൈ 2 ആകുമ്പോൾ ഇത് എവിടെയൊക്കെ ടച്ച് ചെയ്ത് പോകുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. ഈ 1 1 ആണ് ഇതിൻ്റെ സെൻറ്ററായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇത് റേഡിയസ് പൈ ബൈ 2 ഉള്ള സർക്കിളാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം നമുക്ക് 1 നോക്കാം. 1 മൈനസ് മോഡുലസ് ഓഫ് 1 പ്ലസ് ഐ നമ്മൾ നോക്കുവാണെങ്കിൽ 1 മൈനസ് 1 പ്ലസ് ഐ എന്ന് പറയുന്നത്
മോഡുലസ് ഓഫ് ഐ ആണ്. മോഡുലസ് ഓഫ് ഐ എന്ന് പറയുമ്പോഴത്തേക്കും അത് √1 അല്ലേ, മോഡുലസ് ഓഫ് മൈനസ് ഐ 1 - 1 പ്ലസ് ഐ എന്ന് പറയുമ്പോൾ 1 - 1 മൈനസ് ഐ, അത് മൈനസ് ഐ ആണ്. മൈനസ് ഐയുടെ മോഡുലസ് എന്ന് പറയുമ്പോൾ 0 + -1², അപ്പോൾ അത് 1 വരും. 1 എന്ന് പറയുന്നത് <π/2 ആണോ <π/2 ആണോ എന്ന് നമുക്ക് നോക്കണം. അപ്പം പൈയുടെ വാല്യൂ നമുക്കറിയാം 3.14 ആണ്. അപ്പം π/2 എന്ന് പറയുന്നത് എന്തായാലും 1.5നേക്കാളും വലുതായിരിക്കും അല്ലേ. അപ്പോൾ ഇത് <π/2, 1 എന്ന് പറയുന്നത് <π/2, കാരണം π/2ൻ്റെ വാല്യൂ 1നേക്കാളും കൂടുതൽ 1.5 സംതിങ് ആണ് വരുന്നത്. അപ്പം π/2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.57 സംതിങ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കാം അവിടെ, 1.57 സംതിങ് ആണ്. അപ്പോൾ 1 എന്ന് പറയുന്നത് അതിനേക്കാളും ചെറുതാണ്. അപ്പോൾ നമുക്ക് 1 <π/2, therefore 1 lies inside C. ഇനി -1 നോക്കുവാണെങ്കിൽ -1 - 1 + i is equal to -2 - i. എൻ്റെ മോഡുലസ് നമ്മൾ നോക്കുവാണെങ്കിൽ -2² + -1² √5 വരും. √5 അല്ലേ വരുന്നത്. √5 എന്ന് പറയുമ്പോൾ നമുക്ക് √4 തന്നെ 2 അല്ലേ. നമ്മളങ്ങനെ റഫായിട്ട് നോക്കിയാൽ മതി. √4 2 അപ്പോൾ അതെന്തായാലും >1.57 ആയിരിക്കും. അപ്പം അത് π/2. therefore ഈ -1ഉം ഈ സെൻറ്ററും തമ്മിലുള്ള ഡിഫറൻസ് π/2 ആണ്. therefore -1 lies ഔട്ട്സൈഡ് സി എന്ന് നമുക്ക് പറയാൻ പറ്റും. സിയുടെ പുറത്താണ് വരുന്നത്. അപ്പോൾ ചെയ്തത് മനസ്സിലായോ? അതായത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ സാധാരണ ഇതുവരെയുള്ള പ്രോബ്ലത്തിൽ നമുക്ക് സർക്കിൾ വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ പർട്ടിക്കുലർ പോയിന്റ് സർക്കിളിൻ്റെ അകത്താണോ പുറത്താണോ. ഇപ്പോൾ ഇവിടെ റേഡിയസ് π/2 ആണ്, സെൻറ്റർ 1 1 ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഓരോ പോയിന്റുകളും സെൻറ്ററിൽ നിന്നുള്ള വാല്യൂസ്, ഓരോ പോയിന്റിൻ്റെയും സെൻറ്ററിൽ നിന്നുള്ള മോഡുലസ് വാല്യൂ π/2 ആണെങ്കിൽ സർക്കിളിൻ്റെ പുറത്താണ്, π/2 ആണെങ്കിൽ സർക്കിളിൻ്റെ അകത്താണ്. ഇനി നമുക്ക് ഐ നോക്കാം. i - 1 + i മോഡുലസ് എടുക്കുവാണെങ്കിൽ അത് മോഡുലസ് ഓഫ് -1, മോഡുലസ് ഓഫ് -1 1 ആണ്. 1 <π/2, therefore i lies inside C എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്തത് -i - 1 + i equal to -2i - 1 മോഡുലസ് ആണ്. അപ്പം അത് 1 + 4 -1² + -2² ആണ്, √5 ആണ്, π/2. therefore -i lies ഔട്ട്സൈഡ് സി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ 4 പോയിന്റുകളാണ് നമുക്കുള്ളത്. ആ 4 പോയിന്റുകളിൽ 1ഉം ഐയും സർക്കിളിൻ്റെ അകത്തും -1ഉം -iയും സർക്കിളിൻ്റെ പുറത്തുമാണ്. therefore 1 and i lies inside C and -1 and -i lies ഔട്ട്സൈഡ് സി. അപ്പം ഈ 2 പോയിന്റുകളിൽ അകത്തുണ്ട്, ഈ 2 പോയിന്റുകളിൽ പുറത്താണ്. ഇനി നമുക്ക് ഇതിനെ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ കൂടെ യൂസ് ചെയ്യണം. z² / z⁴ - 1 നമുക്ക് a/z - 1 + b/z + 1 c/z - i + d/z - i കൊടുക്കുവാണെങ്കിൽ z² = a × z + 1 z - i z + i plus b into z minus 1 z minus I z plus ഇത് പ്ലസ് ആണ് പ്ലസ് c into z minus 1 z plus 1 z plus I plus d into z minus 1 z plus 1 z minus I. ഇനി നമുക്ക് ഓരോ വാല്യൂസ് എടുക്കാം. ആദ്യം z is equal to 1 കൊടുത്താൽ z equal to 1 കൊടുത്താൽ z² = 1 ആണ്. ഇനി 1 കൊടുക്കുമ്പോൾ ഇത് 0 ആണ്, ഇത് 0 ആണ്, ഇത് 0 ആണ്. പിന്നെ ഇവിടെ 1 + 1 2 1 minus I 1 plus I a into 2 1 plus I 1 minus I എന്ന് കിട്ടി. അപ്പം 1 is equal to 2a into 1 minus I square. 1 minus I square. 1
മൈനസ് ഐ സ്ക്വയർ. 1 മൈനസ് ഐ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 1 + 1 ആണ്. അപ്പോൾ അത് 4a എന്ന് കിട്ടി. ഇംപ്ലൈസ് 4a = 1 ഇംപ്ലൈസ് a = 1/4. ഇനി z = -1 കൊടുത്താലും z² ആണ് ലെഫ്റ്റ് സൈഡ്. z² -1 കൊടുക്കുമ്പം ഇത് -1 + 1 0, ഇവിടെ -1 + 1 0 ഇവിടെ. അപ്പം b ടേം മാത്രമേ ഉള്ളൂ. അപ്പം -1 -1 -2. അപ്പം b × -2 -1 - i -1 + i. അപ്പോൾ 1 = -2b × -1 + i -1 - i എന്ന് പറയും -1² - i² എന്ന് വരും. -1² 1 ആണ്. അപ്പോൾ 1 = -2b × 1 - i². അത് 1 + 1. അപ്പോൾ അത് -4b എന്ന് വരും. അപ്പം b = -1/4. z = +i കൊടുത്താൽ i² എന്നും പറഞ്ഞ് വരും. അപ്പം നമുക്ക് i കൊടുക്കുമ്പം ഇത് 0, ഇത് 0, ഇത് 0. i കൊടുക്കുമ്പോൾ ഇത് 0 ആയി. അപ്പോൾ ഇവിടെ c × i - 1 i + 1 c × i - 1 i + 1 i - 1 i + 1 i + i. i² - 1 = c × i - 1 i + 1 എന്ന് പറയുമ്പം i² - 1 × 2i എന്ന് കിട്ടും. അപ്പം -1 = i² - 1 ആണ്. അപ്പോൾ അത് -1 - 1 × 2i. അപ്പോൾ അതെന്ത് കിട്ടും? ഇംപ്ലൈസ് -1 = -4i × c, അല്ലെങ്കിൽ c = -4i എന്ന് കിട്ടും. c = -4i. ഇനി z = -i കൊടുത്താൽ -i² = -i കൊടുക്കുമ്പം ഇത് 0, ഇത് 0, ഇത് 0. അപ്പം d × -i - 1 - i + 1 -i - 1 - i i², i² തന്നെയാണ്. d × -i - 1 അപ്പം -i² - i² i² - 1 × -2i എന്ന് വരും. i² - 1 അപ്പോൾ ഇത് -2. i² - 1 = d × -2 - 2i. അപ്പോൾ അത് 4i എന്ന് വരും. -1 = 4i. ഇംപ്ലൈസ് 4id d = -1/4i. ചെയ്ത് ശരിയാണോ ഒന്നും കൂടി നോക്കിയാക്കണേ. അപ്പം ഇവിടെ 1/4 ആണ്, ഇവിടെ -1/4 ആണ്, ഇവിടെ -1 ഇവിടെ പ്ലസ് അല്ലേ, ഇവിടെ 2 മൈനസ് ഉണ്ടല്ലോ, +1/4i -1/4i. Therefore z² / z⁴ - 1 = a എന്ന് പറയുന്നത് 1/4 / z - 1, b -1/4 / z + 1. അടുത്തത് c 1/4i / z - i -1/4i / z + i. ഇനി നമുക്ക് ഇൻ്റഗ്രൽ ഓവർ c z² / z⁴ - 1 = 1/4 ഇൻ്റഗ്രൽ ഓവർ c 1/z - 1 -1/4 ഇൻ്റഗ്രൽ ഓവർ c 1/z + 1 +1/4i ഇൻ്റഗ്രൽ ഓവർ c 1/z - i -1/4i ഇൻ്റഗ്രൽ ഓവർ c 1/z + i. അതിനെ ഇക്വേഷൻ 1 എന്നെടുക്കാം. ഇനി കൺസിഡർ ഇൻ്റഗ്രൽ ഓവർ c 1/z - 1. z = 1 എന്ന് പറയുന്നത് എന്താണ്? z = 1 നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. z = 1 ലൈസ് ഇൻസൈഡ് c ആൻഡ്
എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു 1 ഈസ് അനലിറ്റിക് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയത് അനലിറ്റിക് ഇൻ സി. Therefore, by Cauchy's integral formula, integral over c 1 by z minus 1 dz is equal to 2 pi I into f of 1. f of z 1 ആയതുകൊണ്ട് f of 1ഉം 1 ആണ്. അപ്പോൾ അത് 2 pi I എന്ന് കിട്ടി. ഇക്വേഷൻ 2. ഇനി കൺസിഡർ integral over c 1 by z plus 1 dz. അപ്പോൾ അത് ചെയ്യുമ്പം z equal to minus 1 lies outside CR. Therefore, 1 by z plus 1 is analytic in C. ഇത് analytic in C ആണ്. Therefore, by Cauchy's ഇൻ്റഗ്രൽ തിയറം വെച്ചിട്ട് അനലിറ്റിക് ആയതുകൊണ്ട് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ബൈ കോഷീസ് ഇൻ്റഗ്രൽ തിയറം ഇൻ്റഗ്രൽ ഓവർ സി 1 by z plus 1 dz ഈക്വൽ ടു 0. നൗ അതേപോലെ തന്നെയാണ് ബാക്കിയും പറയുന്നത്. കൺസിഡർ ഇൻ്റഗ്രൽ ഓവർ സി 1 by z minus I dz. z ഈക്വൽ ടു 1 dz ലൈസ് z ഈക്വൽ ടു I ലൈസ് ഇൻസൈഡ് സി. Fz equal to 1 is analytic in C. Therefore, integral over C 1 by z minus I dz is equal to 2 pi I into f of I എന്ന് വരും. Fz കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് f of I എന്ന് പറയുന്നതും 1 തന്നെയാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 pi I into 1 ഈക്വൽ ടു 2 pi I. ഇതിന് 0 കിട്ടിയത് 3, ഇത് 4. അടുത്തത് കൺസിഡർ ഇൻ്റഗ്രൽ ഓവർ സി 1 by z plus I dz. z ഈക്വൽ ടു മൈനസ് I ലൈസ് ഔട്ട്സൈഡ് സി. Therefore, 1 by z plus I is analytic in C. Therefore, by Cauchy's integral formula, Cauchy's integral theorem, integral over c 1 by z plus I dz equal to 0. ഇനി നമുക്ക് 1 2 3 4 5 കമ്പൈൻ ചെയ്യാം. കമ്പൈനിങ് 1 2 3 4 and 5 integral over c z square divided by z raised to 4 minus 1 is equal to നമുക്ക് ആദ്യത്തേത് 1 by 4 into 2 pi I മൈനസ് 1 by 4 into 0. അടുത്തത് പ്ലസ് 1 by 4i into 2 pi I മൈനസ് 1 by 4i into 0. 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം pi I by 2. ഇത് 0 ആണ്. ഇത് pi by 2 എന്ന് വരും. അടുത്തത് 0. അപ്പം pi by 2 കോമൺ ആയിട്ട് എടുത്താൽ I പ്ലസ് 1 pi by 2 കോമൺ ആയിട്ട് എടുത്താൽ pi by 2 ഇൻറ്റു I പ്ലസ് 1 എന്ന് കിട്ടും. അപ്പം ഇച്ചിരി വലിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഈ ഒരു പ്രോബ്ലം മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്രോബ്ലം വന്നാലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് z raised to 4 മൈനസ് 1 എന്നുള്ളതായിരുന്നു ഡിനോമിനേറ്ററിൽ വന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സ് എന്താണ്? z raised to 4 മൈനസ് 1നെ ആദ്യം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഏതൊക്കെയാണ് അനലിറ്റിക് അല്ലാത്ത പോയിൻറ്റ്, ബാക്കിയുള്ളടത്തെല്ലാം ഇത് അനലിറ്റിക്. അപ്പോൾ 1 മൈനസ് 1 പ്ലസ് I മൈനസ് I ഈ 4 പോയിൻറ്റുകൾ ഇത് അനലിറ്റിക് അല്ല, ബാക്കിയുള്ളടത്തെല്ലാം ഇത് അനലിറ്റിക് ആണ്. പിന്നെ നമ്മൾ നോക്കി ഈ 4 പോയിൻറ്റുകൾ ഏതൊക്കെയാണ് സർക്കിളിൻ്റെ അകത്ത് വരുന്നത്, ഏതൊക്കെയാണ് സർക്കിളിൻ്റെ പുറത്ത് വരുന്നത്. അപ്പം സെൻറ്റർ 1 1ഉം റേഡിയസ് pi by 2 ആയതുകൊണ്ട് ആ സെൻറ്ററിൽ നിന്ന് ഈ പോയിൻറ്റുകളിലോട്ടുള്ള ഡിസ്റ്റൻസ് നോക്കിയിട്ട് അത് ലെസ് ദാൻ pi by 2 വന്നാൽ സർക്കിളിൻ്റെ അകത്താണ്, ഗ്രേറ്റർ ദാൻ pi by 2 വന്നാൽ സർക്കിളിൻ്റെ പുറത്താണ്. അങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. പിന്നെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തു. പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തിട്ട് നമ്മൾ ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്തു. ഇതാണ് ഇൻ്റഗ്രൽ. അപ്പോൾ ഇനി ഓരോ ഇൻ്റഗ്രൽ നോക്കുമ്പം അകത്തെ പോയിൻ്റ് ആണെങ്കിൽ നമ്മൾ ഇൻ്റഗ്രൽ തിയറം ഇൻ്റഗ്രൽ ഫോർമുല വെച്ചിട്ട് 2 pi I f of z നോക്കും. ഇനി പുറത്തെ പോയിൻ്റ് ആണെങ്കിൽ ഇത് അനലിറ്റിക് ആയിട്ട് മാറും. അപ്പോൾ ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0 ആയിരിക്കും. എന്നിട്ട് സം ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും.
നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ 2 ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി തരുന്നുള്ളതേ ഉള്ളൂ. ഹോംവർക്കായിട്ട് ചെയ്യണം. 9th ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രേറ്റ് z² ഡിവൈഡഡ് ബൈ z⁴ - 1 counter clockwise around the circle mod z+1 = 1. ഇപ്പോൾ നമ്മൾ ചെയ്ത അതേ പാറ്റേണിലാണ്. അവിടെ സർക്കിൾ ൻ്റെ സെൻറ്റർ -1 റേഡിയസ് 1 എന്നിട്ട് ഇനി നമ്മൾ ചെയ്യണം. അപ്പം -1 ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് വെച്ചിട്ട് ചെയ്തില്ലെങ്കിലും കിട്ടും. കാരണം -1 1 എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. -1 സെൻറ്റർ അല്ലേ, ഇവിടെ -1 സെൻറ്റർ, -1 ആണ് സെൻറ്റർ. റേഡിയസ് 1 എന്ന് പറയുമ്പോൾ -1 1 അപ്പോൾ 0 ടച്ച് ചെയ്യും. അപ്പം -1 0. എന്നാലും ഐയും -ഐയും വരുമ്പോൾ നിങ്ങൾ ഡിസ്റ്റൻസ് നോക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. കാരണം ഐ എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. അപ്പം ചിലപ്പം ജസ്റ്റ് ടച്ച് ചെയ്താണോ പോകുന്നതെന്നുള്ളത് അറിയാൻ വേണ്ടി ഐ -ഐ ഒക്കെ ആയിട്ടുള്ള ഡിഫറൻസ് നോക്കുക. അതായത് -1 ഉള്ള ഡിസ്റ്റൻസ് നോക്കിയാൽ മതി. അപ്പം ഐ -1 ഐ പ്ലസ് -i -1 അങ്ങനെ ഓരോന്നും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിയിട്ട് അത് <1 ആണെങ്കിൽ സർക്കിളിൻ്റെ അകത്ത് വരും, <1 ആണെങ്കിൽ സർക്കിളിൻ്റെ പുറത്ത് വരും. അങ്ങനെ നോക്കിയാൽ മതി. 10th one, integrate the given function counterclockwise around the unit circle. 2 ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ 2 ആയിട്ട് ചെയ്യണേ. ആദ്യം ഫസ്റ്റ് ഫങ്ഷൻ z³ ഡിവൈഡഡ് ബൈ 2z - i. അപ്പം ഈ z³ ഡിവൈഡ് ബൈ 2z - i നമ്മൾ യൂണിറ്റ് സർക്കിൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഇതിന് 2 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് z³/2 ഡിവൈഡ് ബൈ z - i/2. അപ്പോൾ i/2 സർക്കിളിൻ്റെ അകത്താണോ പുറത്താണോ നോക്കിയാൽ മതി. സെക്കൻഡ് വൺ, cos h3z ഡിവൈഡഡ് ബൈ 2z. നമുക്കറിയാം cos h, അപ്പോൾ 2zനെ നമുക്ക് അപ്പോൾ cos 3z ഡിവൈഡ് ബൈ 2 ഫംഗ്ഷൻ എടുക്കുക. എന്നിട്ട് z-0 എന്ന് പറയുന്നത് സർക്കിളിൻ്റെ സെൻറ്റർ, യൂണിറ്റ് സർക്കിളിൻ്റെ സെൻറ്റർ അല്ലേ വരുന്നത്. അപ്പം ഇത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, cos h3z ഡിവൈഡഡ് ബൈ 2നെ നമ്മൾ f(z) ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2πi × f(0) എന്ന് പറയുന്നത് cos h3 അപ്പോൾ cos h0 ഡിവൈഡഡ് ബൈ 2 വരും. അത് നിങ്ങൾക്ക് ചെയ്താൽ കിട്ടാനുള്ളതേ ഉള്ളൂ. ഇതും നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ആൻസേഴ്സും കൂടെ പറഞ്ഞേക്കാം. ഇതിൻ്റെ ആൻസർ z+1 = 1ൻ്റെ ആൻസർ വരുന്നത് -πi/2. ഇതിൻ്റെ എ പാർട്ടിൻ്റെ ആൻസർ π/8 πi. അപ്പം ഇത് യൂണിറ്റ് സർക്കിൾ വിത്ത് സെൻറ്റർ -1 റേഡിയസ് 1 ആണ്. ഇത് സർക്കിൾ വിത്ത് സെൻറ്റർ 0 റേഡിയസ് 1. അപ്പം ഇത് കംപ്ലീറ്റ് ചെയ്യാം.